गरम चाय टी गरम ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ട്രാവലിൽ പോവുകയാണെന്ന്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ഫ്രീ ആണ്. എനിക്ക് ഒരേ ഒരു വടിസഞ്ച് മാത്രമേ ഉള്ളൂ. അതിൽ ഇവരുടെ തിന്നാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ബാഗില്ലെന്ന് ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഇന്നാണ് ഞാൻ ലഗേജ് ഞാൻ തൂക്കാണ്ട് പോണത്. അതൊക്കെ വെറുതെയാണ്. ഇവര് കുറേയൊക്കെ തൂക്കിയാലും ഇവര് തൂക്കില്ല. പിന്നെ ഞാൻ ഈ 2 ട്രോളി ഞാൻ ഉരുട്ടിയിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യമല്ല. അപ്പൊ നമ്മൾ പോണത് നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ സൺഡേ രാവിലെ ഇവിടെ എത്തും. അപ്പൊ എവിടേക്കാ പോകുന്നത്? സൺഡേ രാവിലെ എത്തും. അപ്പൊ നമ്മൾ എവിടേക്കാ പോകുന്നത് എന്തായാലും ഞാൻ പറയാം. ഞങ്ങള് മുംബൈക്ക് ബോംബെ എന്നും പറയും. മുംബൈയാ ബോംബെയാ രണ്ടും ഒന്നാണ്. അപ്പൊ നമ്മള് ചിലർക്ക് ബോംബെ എന്ന് അറിയുള്ളൂ, ചിലർക്ക് മുംബൈ എന്ന് അറിയുള്ളൂ. അപ്പൊ നമ്മള് മുംബൈക്ക് പോവാണ്. നമ്മൾ ഇതോടെ 2ാമത് പ്രാവശ്യമല്ല, ഞങ്ങൾ ഇതോടെ 2ാമത് പ്രാവശ്യം പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ടൂറെന്നും പറയാം. പിന്നെ അവിടെ ഒരു അടിപൊളി നല്ല ഒരു പള്ളി ഉണ്ട് അല്ലേ, നമ്മളെ കടലിന്റെ നടുവിൽ അവിടെ ഒരു പള്ളി ഉണ്ട്. അത് കുറെ പേര് കണ്ടിക്കണോന്ന് എനിക്കറിയില്ല. കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പള്ളി പ്രത്യേകത ഒരു പള്ളിയാണ്. വൈകുന്നേരം അവിടെ അലൗഡ് ഇല്ലല്ലോ. വൈകുന്നേരം അലൗഡ് ഇല്ല വെച്ചാല് ഫുള്ള് കടലിന്റെ വെള്ളം ആ നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ അവിടെ എത്തും. അപ്പൊ എല്ലാവർക്കും എന്താ അതിന്റെ പേര് വെച്ചാൽ അതിന് ഹാജി ദർഗ എന്ന് പറയും. ഹാജി അലി ദർഗ പള്ളി. അപ്പൊ എന്തായാലും നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോകുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ അജ്മീർ പോകുമ്പോൾ നമുക്ക് അങ്ങനെ പോയി കയറി ഇറങ്ങി ഭയങ്കര റിസ്കിലാണ് പോയത്. ഇന്നലെയാണ് ഒരു ട്രാവൽ കഴിഞ്ഞ് വന്നത്. അതിന്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ അടുത്ത ട്രാവലിന് പോകണം. ഇന്നലെ നമുക്ക് സീറ്റ് കിട്ടാനും കുറെ തിരക്കിന്റെ ഒക്കെ അവിടെ ഭയങ്കരമായിട്ട് ഇടങ്ങേറായി. ഇന്ന് നമ്മൾക്ക് ഇന്ന് ഫ്രീ ആയിട്ട് പോവാം. കാരണം നമ്മൾ AC-യിലാണ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സീറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിയില്ലാണ്ട് ധൈര്യമായിട്ട് പോവാം. നമുക്ക് 2 ട്രോളി, ഇന്നൊരു സെഞ്ചി, പിന്നെ നമുക്ക് വേണ്ട വാട്ടർ ബോട്ടില്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3:30ക്കാണ് ട്രെയിൻ. ഞങ്ങൾ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചില്ല. അപ്പം എല്ലാവർക്കും അറിയാലോ ഇന്ന് ആയുധ പൂജയും പുസ്തക പൂജയൊക്കെ ആയതുകൊണ്ട് കടയിൽ നിന്ന് കുറേ പൊങ്കലും ചുണ്ടലൊക്കെ തിന്നിട്ട് വന്നില്ല. ഓരൊക്കെ തിന്നിക്കോളൂ. ഞങ്ങൾ ഇപ്പോഴാണ് നൂഡിൽസും അതും ഇതൊക്കെ തിന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും വേണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കിയ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ബോക്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രെയിനിൽ കയറിയാലും അവർക്കൊരു വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു 3:30ക്ക് കയറിയാൽ നാളെ രാത്രിയാവും. നാളെ രാത്രിയാവും. നമ്മൾ ഇതുവരെക്കും മുംബൈയിൽ പോയിട്ട് ഇതുവരെക്കും നമ്മൾ റൂമൊന്നും എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ടില്ല. ഫസ്റ്റാണ് നമ്മൾ പോകാൻ. എല്ലാ സ്ഥലത്ത് പോയാലും നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യും. അത് നമുക്ക് അറിഞ്ഞ സ്ഥലമായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയിട്ട് നമുക്ക് പോകുമ്പോൾ അങ്ങോട്ട് പരിചയമാവും വിചാരിച്ചിട്ടാണ് പോയി. ചിലപ്പോൾ അവിടെ ഒരുപാട് മലയാളികൾ തമിഴ് പറയുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ അന്ന് പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടില്ല തമിഴ്. അപ്പോൾ അങ്ങനെയൊക്കെ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. പെൻഷൻ ഞങ്ങൾ എന്തായാലും പോവാണ്. ഇതിനാണ് ഞാൻ നാട്ടിൽ നിന്ന് വേഗം പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും അടുത്ത ദിവസം സ്കൂൾ തുറക്കും. നമുക്ക് പോകാനും 1.5 ദിവസം, വരാനും 1.5 ദിവസം. അപ്പോൾ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ രാത്രി ഞങ്ങൾ അവിടെ എത്തും. അപ്പോൾ വെള്ളിയാഴ്ച ഫുള്ള് നമുക്ക് ആ പള്ളിക്ക് പോകണമെങ്കിൽ കുറച്ച് നടക്കാണ്ട്. ആ ഒരു നടന്നിട്ട് പിന്നെ രാത്രി എത്ര മണിക്ക് ട്രെയിന്? വെള്ളിയാഴ്ച റിട്ടേൺ 10:30 മണിക്ക് കയറി നമ്മൾ എങ്ങനെ ഞായറാഴ്ച കുടികാലെത്തും? அடுத்த நாள் சனிக்கிழமை தானே. வெள்ளிக்கிழமை நைட்டானா சனிக்கிழமை முடிஞ்சிட்டு ஞாயிற்றுக்கிழமை காலையில் தான் இங்கே வரும். റിട്ടേൺ വരത്തേക്ക് കുറച്ച് അധികം സമയം എടുക്കണമാരുണ്ടല്ലോ. എവിടെയാണ് ചുറ്റിവളട്ടായിരുന്നു? ഏതെങ്കിലും രാജ്യത്ത് കൂടെ പോകുന്ന ട്രെയിൻ ആയിരിക്കും. പോകുമ്പോൾ നമ്മൾ എളുപ്പത്തിന് അതെന്താ സംഭവം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ റിട്ടേൺ വരുന്ന ട്രെയിൻ എവിടെയെങ്കിലൊക്കെ ചുറ്റി കറങ്ങി വരുന്ന ട്രെയിനായിരിക്കും. അപ്പോൾ നമുക്ക് സ്കൂൾ അടുത്ത ദിവസം ഞായറാഴ്ച ഇങ്ങനെ സ്കൂളിലാക്കാറുണ്ട്. നമുക്ക് പതുക്കെ വന്നാലും മതി. പിന്നെ തിങ്കളാഴ്ച സ്കൂളിലും. അപ്പോൾ നമ്മൾ എന്തായാലും പോവാണ്. പോണവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും നമ്മളെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. രസമാണ്. കേൾക്കില്ല ഷാള് തലയിലിടാൻ കൊടുക്കുക. ഷാളിൽ എവിടെ വെച്ച് ആ ഒരു പൊട്ടിയുടെ താഴത്ത് നോക്കണില്ല. എന്താണ് താഴെ വെച്ച തേനിരിക്കുന്ന അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലുണ്ട്. അതേമാതിരി പുതിയ പൊട്ടിനെ എവിടെ വെച്ചിട്ട് അല്ല നമുക്ക് കാല് ഇട്ടാൻ പറ്റുണ്ടോ? കാല് നീട്ടാൻ മുടിയതാ. ഇതിലെന്താ സംഭവം എന്നറിയോ? രാവിലെ ഇറങ്ങി നമ്മൾ നാളെ നേരത്തെ ഇറങ്ങുള്ളൂ. ഇറങ്ങണ വരക്കും മേക്കപ്പ് ഉണ്ടാവും. സനാന്റെ ഇനി വേറൊരാളുണ്ടോ സെറ്റപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവന്റെ ആഗ്രഹമായിരുന്നു എന്ത് AC-യിൽ പോകണം. കുളിർതാടാ കുളിർതാ സ്വട്ടർ ഇട്ടിട്ടിരിക്കണേ. ഏതാ കുറുക്കരിക്കണ മാതിരിയില്ല. കുറുക്കരിപ്പ് ഇവിടെ ഇതൊന്നും തുറന്നിട്ട് കയ്യിലാകാനും പറ്റൂല. ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല.
AC കളിൽ പോകും. നമ്മൾ എന്ത് പോകും? എന്ത് കൂടുതലും പാത്തതല്ലല്ലോ, നമുക്കെന്തെങ്കിലും പോകുക. നാഗർകോവിൽ, നാഗപട്ടണം, നാഗർകോവിൽ, വള്ളിയൂരിലാണ് ആത്തങ്ങര. അത് സീറ്റ്, നമ്മളെ സീറ്റ് ഇതല്ല, നമ്മളെ സീറ്റ് ഇല്ല. 2, അവിടെ 3, 4 അങ്ങനെയുള്ള. ജാലിயாக இருக்கா? നിനക്കില്ല, നിന്നെ ഇവിടെ കടത്താൻ പറ്റില്ല, ഉരുണ്ട് താഴത്ത് പോകും. ഇന്തമാതിരി മേലെ ഇന്തമാതിരി ഗ്യാപ്പ് ഉള്ളത് വേണം. ഇവന്റെ പൊട്ടിയിരിക്കണം, പൊട്ടിയത് അവിടെ വെക്കണില്ലേ? ഞാൻ ചോദിച്ചാ പുതിയ പൊട്ടിയെത്ര? അതിന് 4 പേര് വീണ് അതിന്റെ ഒരു വീലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കാൻ പറ്റൊരു അവസ്ഥയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, എനിക്ക് സുഖമായി. കാലകാലം നമ്മളെല്ലാം ഇവര് ഓരോ ഡ്രസ്സൊക്കെ എടുക്കാൻ കഴിഞ്ഞപ്പോ ഇവര് നമ്മുടെ ഡ്രസ്സ് കയറിയിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് രാത്രിക്കുള്ള ഫുഡ് നമ്മൾ വരുമ്പോൾ അങ്ങനെ പൊറോട്ട ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിക്കുകയാണെങ്കിൽ നമുക്ക് നടുവിൽ ഇറങ്ങിയിട്ടൊന്നും ചിലപ്പോൾ കിട്ടില്ല. പിന്നെ പോകുമ്പോൾ അങ്ങനെ ഇറങ്ങി ഉള്ളിൽ കൂടെ അല്ല ചായ. ഇതിൻ്റെ ഉള്ളിൽ ജയിലിൻ്റെ ഉള്ളിലാണ് മറ്റേ സ്ലീപ്പർ. അതൊരു തട ഇത് ട്രെയിന് പോണത് പറയുന്നത് ഏതോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര പടുത്തുന്നത് അവളതാണ് ഒരു സീറ്റ്. അവളതാണ് നേരെ സ്ലീപ്പറിൽ പക്കത്തൂർക്കും ആ സീറ്റ് ഉണ്ടാവുമല്ലോ, അതിന് അങ്ങനെ ഇതിലുണ്ടാവില്ല. ഇതിന് പേടിയില്ല, കേറിയത് ആരും അതിക്രമിച്ച് കയറാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ കയറി. ഇനി നമ്മൾ എന്തായാലും രാത്രിത്തെ വിശേഷങ്ങൾ എന്തായാലും നമ്മൾ നാളെ രാത്രിയാവും ഇറങ്ങാൻ. അതുവരെക്ക് ഏച്ചറുടെ ഉള്ളിലാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു അറ്റംപ്റ്റ് ഉണ്ട്. ഇതുവരെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഫസ്റ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത എന്താ സാധനം എന്നറിയാം, KFC. അപ്പോൾ നമ്മൾ രാത്രി കഴിക്കാനുള്ളത് വാങ്ങിക്കണു. അപ്പോൾ എന്തായാലും AC പോകുമല്ലേ, മറ്റേ ഒക്കെ ഐസും കട്ടയിക്കണു. നമ്മൾ അധികം ഇതേമാതിരി ലോങ് ട്രാവൽക്ക് നമ്മൾ AC ഒന്നും എടുക്കില്ല. ഫസ്റ്റാണ് നമ്മൾ ലോങ് ട്രാവൽക്ക് AC എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ KFC. കൂൾ ഡ്രിങ്ക്സ് തന്നെ ഉണ്ടോ? ഒന്നേ ഒന്ന് എനക്ക്, ആൾക്ക് ഷെയർ, ആൾക്ക് പങ്ക്. ഇതെന്തായാലും അടുത്ത വിധ കാട്ട്പാടിയോ. അപ്പോൾ നമ്മൾ കാട്ട്പാടിയിലാണ് വരുമ്പോൾ എന്തായാലും അറ്റം ശരിയാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആണല്ലേ, ഒരു ഫോണിലൊരു ഫോട്ടോ ഉണ്ട്. എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ഒരു ആപ്പ് തന്നതുകൊണ്ട് എല്ലാവരുടെ ഇവിടെ അത് കാണാനല്ല, എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ റിലീസാക്കാം. പോച്ചാ ഇങ്ങനെ ആപ്പുള്ളവരും കൊണ്ട് എല്ലാവരുടെ ആഗ്രഹവും എങ്ങനെ വേണമെങ്കിലും ആക്കാല്ലേ. നമ്മുടെ മിയാസിന്റെ ഫോട്ടോ ഉണ്ടാവുമല്ലോ, ചെയ്ത് കാണാൻ വരട്ടെ. നമ്മൾ സ്റ്റേഷൻ എന്തായാലും എത്താനായില്ലേ? സ്റ്റേഷൻ എത്താനായി. ഈ സ്റ്റേഷനിൽ നിന്നാണ് അറൈവൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വരുമോ നോക്കിയേക്കാം. ഫസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നു പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടുന്ന് ഫുള്ള് ഓർഡർ ചെയ്താൽ വരുമോ? അപ്പോൾ ഈ ஸ்டேஷனில் அவைலபிள் இந்த மட்டும் இதுதான் தமிழ்நாடு. இது தாண்டிட்டோம் தமிழ்நாடு முடிஞ்சு. அதுக்கப்புறம் அவங்க ஊர் ஃபுட்டு தான் கிடைக்கும். ഇത് കാട്ട്പാടിയോടെ തമിഴ്നാട് കഴിഞ്ഞോ? അത് കഴിഞ്ഞ ഏത് രാജ്യത്ത്? ചിത്തൂർ, ആന്ധ്ര ബോർഡറിൽ പോയി. നമ്മൾ ഗുജറാത്ത് വഴിയാണ് പോകുന്നത്. ഗുജറാത്ത് രാജസ്ഥാൻ വഴിയാണ് പോകുന്നത്. ഇത് മുംബൈൻ്റെ ഇത് എന്താ പക്കം പോകുന്നത്? ആന്ധ്ര പക്കമാണ് ഓർഡർ ചെയ്ത് നമ്മുടെ സാധനം. നമ്മൾ ഓർഡർ ചെയ്തിട്ട് 1 മണി നേരം അല്ലേ? ശരിക്കും അങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ വാങ്ങി തിന്നാണ് നല്ലത്. എന്താണെന്നറിയോ, KFCയിലൊക്കെ പോയാലും 2 മണിക്കൂർ 1 മണിക്കൂർ നേരം. ഇത് ട്രെയിനിലാകുമ്പോൾ വേഗം കൊടുക്കണം. നമ്മളങ്ങനെ നമ്മുടെ KFC ഓർഡർ ചെയ്ത് KFCയുടെ സ്മെല്ലൊന്നുമില്ലല്ലോ. KFCയുടെ മുഖമൊക്കെ ഉണ്ട്. KFC മുഖമൊക്കെ ഉണ്ട്. നിങ്ങളതാണ് ഓർഡർ തന്നത്. നമ്മുടെ സീറ്റ് നമ്പർ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഗുഡ് മോർണിംഗ് ആയി. രാവിലെ നല്ല തൂങ്ങിട്ടിയാ, നല്ല ഉറങ്ങിയപ്പോൾ രാവിലെ പല്ലൊക്കെ തേച്ച് വീടുമാരി ഫ്രഷൊക്കെ ആയി.
ചായ കുടിക്കുന്ന സനാന്റെ മുടിയൊക്കെ ഭദ്രകളി. ഉറങ്ങുമ്പോ വരുമ്പോ എല്ലാരും നല്ല ഫ്രഷ്, നോക്കുമ്പോ എല്ലാരും നല്ല ഫ്രഷ് ആണ്. നമ്മള് സ്ലീപ്പർ കോച്ചിലാണ് പറഞ്ഞ ഇന്നേരത്തേക്ക് ടയേർഡ് ആയിട്ടുണ്ടാവില്ല, മതിയായിട്ടുണ്ടാവും. ഇത് നമ്മള് പിന്നെ ഫ്രീ ഒരു കച്ചറയൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയി പോയി. ഇനി നമ്മൾ ഈ നേരത്ത് ഈ ദിവസം വൈകുന്നേരം 7 മണിയാവോ, നമ്മൾ ഇന്നും കൂടി നമുക്ക് ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല. ഒന്ന് വൈകുന്നേരം നമ്മൾ ട്രെയിനും ബാക്കിയുള്ള വിശേഷങ്ങളും അവിടെ പോണ വരക്കും ഇറങ്ങണ വരക്കും ഉള്ള വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും. മിയാസിന് ചായല്ല, മിയാസ് നീച്ചിട്ടില്ല. മിയാസ് 11 മണിവരെക്കും വേടിക്കപ്പത്ത് വന്നിട്ടാ. വാടി வாடி ஜங்ஷன் சொன்னா அது வாடியா பேரே வாடி தான். இதுக்கு முன்னாடி என்ன நல்லியூரா? நெல்லியூர். നടുവിൽ എന്തൊക്കെ ഊർ വയ്ക്കണമെന്ന് അറിയില്ല. ഇത് മല്ലിയൂര്. ഇതിന് നടുവിൽ എന്തൊക്കെ ഊർ വയ്ക്കണമെന്ന് ആർക്കറിയാം? ഇത് പുരിയാத ഭാഷയില ഓർമ്മ പോയിരുന്നു. ഇവിടെ അധികം ഉറുദു തെലുങ്ക ഹിന്ദി. ഹിന്ദി അല്ല, വേറൊരു ഭാഷ കഴിച്ചു, സംസ്കൃതം. സൗരാഷ്ട്ര അല്ല, സംസ്കൃതം. ട്രെയിന് കയറി ഇപ്പൊ സമയം ഏകദേശം 3 മണിയായി. പിറ്റേ ദിവസം 3 മണിയാണ്. അപ്പം നമ്മളെവിടെ ഉള്ളു വെച്ചാൽ നമ്മൾ പൂനെയിലേക്ക് എത്തിയിട്ടുണ്ട്. ഐ ലവ് പൂനെ എന്നൊക്കെ ഇവിടെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോഴത്തേനും അത് മിസ്സായിപ്പോയി. അപ്പം ഇത് പൂനെയിലെത്തി. നമ്മളൊരു 6:30 ഒരു 7 മണിയാകുമ്പോഴത്തേനും നമ്മൾ ബോംബെയിൽ ഇറങ്ങും. ഫുള്ള് ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ജംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ പൂനെ ജംഗ്ഷനിലേക്ക് എത്തി. പൂനെ അങ്ങനെ ജംഗ്ഷനിലെത്തി. ഇനി നമുക്കൊരു 4.5 മണിക്കൂറേരം കൂടി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനി നമുക്ക് സമയമുണ്ട്. ബോംബെയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞതിൽ വേറെ സ്ഥലത്ത് വന്നു, പ്രാവശ്യം വേറെ സ്ഥലത്ത് വന്നു. കഴിഞ്ഞതിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രാവശ്യം നമ്മൾ സ്റ്റേ ചെയ്യണം. നമ്മൾ ഓൾറെഡി കടയിൽ അറിയുന്ന ആളുകൾക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ എവിടുക്കാൻ പോകുന്നതൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ നാളെ വരും. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.